ഈ 10 കാര്യങ്ങൾ എന്തായാലും റെന്റൽ അഗ്രിമെന്റിൽ ആഡ് ചെയ്യണം. 2026 റെന്റ് റൂൾ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഒന്ന്, പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് അഥവാ ഹൗസ് നമ്പർ, വീടിൻ്റെ അഡ്രസ്സ് തുടങ്ങിയ ഈ കാണുന്ന ഡീറ്റെയിൽസ് റെന്റൽ അഗ്രിമെന്റിൽ ആഡ് ചെയ്യണം. രണ്ട്, ഓണറിൻ്റെ ടെനൻ്റെ ഡീറ്റെയിൽസ് അഥവാ പേര്, അഡ്രസ്സ് തുടങ്ങിയ ഈ കാണുന്ന ഡീറ്റെയിൽസ് ആഡ് ചെയ്യണം. അതിൻ്റെ ഒപ്പം തന്നെ ടെനൻ്റെ ഒരു ID കാർഡ് പ്രൂഫായിട്ട് ഓണറിന് കൊടുക്കണം. മൂന്ന്, എത്ര എമൗണ്ടാണ് ഓരോ മാസവും റെൻ്റായിട്ട് പേ ചെയ്യേണ്ടത്, അതേപോലെ തന്നെ എങ്ങനെയാണ് ടെനൻറ്റ് ഓണറിന് പേ ചെയ്യേണ്ടത്, അഥവാ ഓൺലൈനായിട്ടാണോ അല്ലെങ്കിൽ ക്യാഷ് ആയിട്ടാണോ. നാല്, സെക്യൂർ ഡെപ്പോസിറ്റ് 1 മാസത്തെ റെൻ്റാണോ 2 മാസത്തെ റെൻ്റാണോ എന്ന് മെൻഷൻ ചെയ്യണം. അതിൻ്റെയോടൊപ്പം തന്നെ 2 പോയിന്റും സെക്യൂർ ഡെപ്പോസിറ്റിൻ്റെ കാര്യത്തിൽ മെൻഷൻ ചെയ്യണം. ഒന്ന്, 11 മാസം റെൻ്റ് എഗ്രിമെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഓണർ ടെനൻറ്റിന് സെക്യൂർ ഡെപ്പോസിറ്റ് ഫുള്ളായിട്ട് റീഫണ്ട് ചെയ്യണമെന്നും. രണ്ട്, ഏതൊക്കെ സിറ്റുവേഷൻ വന്നാലാണ് ഓണർ പെനാൽറ്റി എമൗണ്ട് സെക്യൂർ ഡെപ്പോസിറ്റിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുക എന്നും മെൻഷൻ ചെയ്യണം. അഞ്ച്, മെയിൻ്റനൻസ് വർക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആരാണ് റെസ്പോൺസിബിലിറ്റി എന്നും മെൻഷൻ ചെയ്യണം. ആറ്, നോട്ടീസ് പീരീഡ്. 2 ടൈപ്പ് ഓഫ് നോട്ടീസ് പീരീഡ് കൊടുക്കാൻ പറ്റും. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ടെനൻറ്റ് 11 മാസം റെൻ്റൽ എഗ്രിമെൻറ്റ് കഴിയുന്നതിന് മുമ്പ് എന്തെങ്കിലും വാലിഡ് ആയിട്ടുള്ള റീസൺ കൊണ്ട് വീട് വെക്കേറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ മിനിമം 1 മുതൽ 2 മാസം മുമ്പ് എന്ത് ചെയ്യണം, ഓണറിന് നോട്ടീസ് പീരീഡ് കൊടുക്കണം. ആ നോട്ടീസ് പീരീഡ് എന്നാണ് വീട് വെക്കേറ്റ് ചെയ്യുന്നത്, എന്ത് റീസൺ കൊണ്ടാണ് വീട് വെക്കേറ്റ് ചെയ്യുന്നതെന്ന് ഒരു പേപ്പറിൽ എഴുതി തന്നെ എന്ത് ചെയ്യണം, നോട്ടീസ് പീരീഡ് ആയിട്ട് കൊടുക്കണം. ഇതാണ് ടെനൻറ്റ് ഓണറിന് കൊടുക്കുന്ന നോട്ടീസ് പീരീഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടൈപ്പാണ് ഓണർ ടെനൻറ്റിന് കൊടുക്കുന്ന നോട്ടീസ് പീരീഡ്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെനൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് റെൻറ്റ് കൊടുക്കാത്ത സിറ്റുവേഷനോ അല്ലെങ്കിൽ റെൻ്റൽ എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും കണ്ടീഷൻ ഫോളോ ചെയ്യാത്ത സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണറിന് മിനിമം 1 മുതൽ 3 മാസം മുമ്പ് വരെ എന്ത് ചെയ്യാൻ പറ്റും, ടെനൻറ്റിനോട് ആ ഒരു വീട്ടിൽ നിന്ന് ഒഴിയാൻ വേണ്ടി നോട്ടീസ് പീരീഡ് കൊടുക്കാൻ പറ്റും. 7, ആ ഒരു പ്രോപ്പർട്ടിയിൽ എന്തൊക്കെ അമ്യൂണിറ്റീസ് ആണ് ഫെസിലിറ്റീസ് ആണുള്ളതെന്ന് കറക്റ്റായിട്ട് റെൻ്റൽ അഗ്രിമെൻറ്റിൽ ആഡ് ചെയ്യണം. 8, 1 വർഷം 1 പ്രാവശ്യം മാത്രമേ ഓണറിന് ആ ഒരു പ്രോപ്പർട്ടിയുടെ റെൻറ്റ് കൂട്ടാൻ പറ്റുള്ളൂ. ഇതൊരു റൂളാണ്. 9, ടെനൻറ്റ് ആ ഒരു റെൻ്റൽ പ്രോപ്പർട്ടി സബ്ലെറ്റ് ചെയ്യാൻ പാടില്ല. അഥവാ ഒരു ഓണറിൽ നിന്ന് റെൻ്റ് എടുക്കുന്ന ആ ഒരു പ്രോപ്പർട്ടി ആ ഒരു ടെനൻറ്റ് വേറൊരു ടെനൻറ്റിന് ആ ഒരു വീട് റെൻറ്റിന് കൊടുക്കാൻ പാടില്ല. ഇതും മറ്റൊരു റൂളാണ്. 10, ടെനൻറ്റ് 2 മാസം അല്ലെങ്കിൽ 2 മാസത്തിൽ കൂടുതലോ റെൻറ്റ് കൊടുക്കാത്ത സിറ്റുവേഷൻ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണറിന് ടെനൻറ്റിനെ ഒഴിപ്പിക്കാനുള്ള അവകാശമുണ്ട്. ഈ 10 കാര്യങ്ങൾ എന്തായാലും റെൻ്റൽ അഗ്രിമെൻറ്റിൽ ആഡ് ചെയ്യണം. ഞാൻ ഈ പറഞ്ഞ 10 കാര്യങ്ങളല്ലാണ്ട് വേറെ എന്തെങ്കിലും റൂൾസോ കണ്ടീഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്.